ഒരിക്കൽ വളരെ അഭിമാനിയായ ഒരു കുട്ടി ഉണ്ടായിരുന്നു. കണ്ണുകൾ താഴ്ത്തി കൈകൾ പോക്കറ്റിലാക്കി അദ്ദേഹം എല്ലായ്പ്പോഴും ഗ്രാമത്തിലൂടെ നടന്നു. ആൺകുട്ടികൾ അവനെ തുറിച്ചു നോക്കുകയും ഒന്നും മിണ്ടാതിരിക്കുകയും ചെയ്യുമായിരുന്നു. അവൻ അപ്രത്യക്ഷനായപ്പോൾ അവര് സ്വതന്ത്രമായി ശ്വസിച്ചു. അതിനാൽ അഹങ്കാരിയായ ആ ബാലൻ ഏകാന്തനായിരുന്നു. 2 തെരുവ് നായ്ക്കളും പച്ചമരങ്ങളും ഒരു കൂട്ടം താറാവുകളും ഇല്ലായിരുന്നുവെങ്കിൽ വാതിലുകൾക്ക് പുറത്ത് സുഹൃത്തുക്കൾ ഉണ്ടാകുമായിരുന്നില്ല. ഒരു ദിവസം നെയ്ത്തുകാരന്റെ കുടിലിനടുത്ത് അദ്ദേഹം തയ്യൽക്കാരന്റെ മകനെ കണ്ടുമുട്ടി. ഇപ്പോൾ തയ്യൽക്കാരന്റെ മകൻ ഗ്രാമത്തിലെ മറ്റേതോ ഒരു ആൺകുട്ടിയെക്കാളും കൂടുതൽ ശബ്ദമുണ്ടാക്കി. അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തപ്പോൾ അവൻ അതിൽ ഉറച്ചു നിന്നു. താൻ കാര്യമാക്കുന്നില്ലെന്ന് പറഞ്ഞു. അതിനാൽ അയൽക്കാർ അവനെ വളരെ ധീരനാണെന്ന്, അവൻ ഒരു മനുഷ്യനാകുമ്പോൾ അത്ഭുതങ്ങൾ ചെയ്യുമെന്നും കരുതി. അവരിൽ ചിലർ അവൻ ഒരു വലിയ സഞ്ചാരിയാകുമെന്നും വിദൂര ദേശങ്ങളിൽ ദീർഘകാലം താമസിക്കുമെന്നും പ്രതീക്ഷിച്ചു. തയ്യൽക്കാരന്റെ മകൻ അഹങ്കാരിയായ പയ്യനെ കണ്ടപ്പോൾ അവൻ തൻ്റെ മുന്നിൽ നൃത്തം ചെയ്യുകയും മുഖങ്ങൾ ഉണ്ടാക്കുകയും അവനെ വല്ലാതെ പ്രകോപിപ്പിക്കുകയും ചെയ്തു. ഒടുവിൽ അഹങ്കാരിയായ പയ്യൻ തിരിഞ്ഞ് തയ്യൽക്കാരന്റെ മകന്റെ ചെവിയിൽ പെട്ട് തൻ്റെ തൊപ്പി റോഡിലേക്ക് വലിച്ചെറിഞ്ഞു.